നമ്മുടെ ജൂനിയർ നെറ്റ് കോർഡിനേറ്റർ ആര്യ ഇവിടെ ഉണ്ട്. ആര്യ, എന്താണ് റിസൾട്ടിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ? എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്തായാലും അടിപൊളി റിസൾട്ട് ആയിരിക്കും. പിന്നെ MCGനെ സംബന്ധിച്ചിടത്തോളം എക്സാം കുറച്ച് ടഫായിരുന്നു. അപ്പം അതിൻ്റെ ഒരു നിരാശയുണ്ട്. എന്നാൽ പോലും നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെന്നുള്ളൊരു ഹോപ്പാണ്. എപ്പോൾ വരുമെന്നുള്ളൊരു കട്ട വെയിറ്റിംഗ് ആണ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വരാൻ നിൽക്കുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ ഒരു ടെൻഷനുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളതിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണല്ലോ നമ്മളുടെ ഈ വരുന്ന നമ്മളെ സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് എന്ന് പറയും. സോ അത്തരത്തിലൊരു ടെൻഷനുണ്ട്. ഞാനപ്പോൾ ആ ഒരു ഉത്കണ്ഠയിലാണൊക്കെ നോക്കിക്കാണുന്നത്. ഞാൻ ഭയങ്കര ആകാംക്ഷയിലാണ്. ഒന്നാമത് ഹിസ്റ്ററിയിൽ പ്രാവശ്യം ഒരുപാട് നെറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് JRF കിട്ടും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷ എനിക്കുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. എന്തായാലും കുറച്ച് സമയം കൂടെ ഉള്ളൂ. കുട്ടികളൊക്കെ നല്ല ഒരുപാട് ആൻസർ കീ ഒക്കെ നോക്കി ഒരുപാട് മാർക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ വെയിറ്റിംഗ്. ലെറ്റ്സ് സീ. എക്സൈറ്റഡും ആണ്, ടെൻഷനാണ്. കുറേ എക്സൈറ്റ്മെൻറ്റ്, കുറച്ച് ടെൻഷൻ. കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്, കുറച്ച് ടെൻഷൻ. ഇപ്രാവശ്യം നോക്കിക്കോ, ഐഫറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. അതിലൊരു സംശയം വേണ്ട. എക്സാമിൻ്റെ പാറ്റേൺ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നമ്മൾ കണ്ടതിൽ ഏറ്റവും പൊളിപ്പൻ റിസൾട്ട് ആയിരിക്കും ഇപ്രാവശ്യം. അനീസ്ക, എങ്ങനെ നോക്കി കാണുന്നു റിസൾട്ടിൻ്റെ ഒക്കെ ആയിട്ട്? ഇന്നിപ്പോൾ റിസൾട്ടായിട്ട് വളരെ ആകാംക്ഷയിലാണ്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു സ്റ്റുഡൻ്റ് അയച്ചിട്ടേ ഉള്ളൂ, മാഷെ ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇനിയൊരു മുന്നോട്ടുള്ള വഴി എന്താണ് എന്ന് പറഞ്ഞു തരണം എന്നുള്ളത്. കാരണം ഭൂരിഭാഗം കുട്ടികൾക്കും എങ്ങനെ പരീക്ഷ എഴുതിയാലും ജയിക്കുക എന്നുള്ളൊരു സംശയമാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ആരും അങ്ങനെ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാണ് എന്ന് പറയാറില്ല. അപ്പം അതുകൊണ്ടുകൂടി അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും, മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിനും ആ ഒരു കൺസേൺ ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി ചില സബ്ജക്റ്റുകളിലൊക്കെ പാറ്റേണൊക്കെ ഹൈലി ഡിഫറെൻ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മളും നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം നമ്മളെ സ്റ്റുഡൻസും എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് എന്തായിരിക്കും, എത്രത്തോളം ആയിരിക്കും ഉണ്ടാവുക, ആർക്കൊക്കെ ആയിരിക്കും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. ഇനി പല ആളുകളും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ട് മാർക്കിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും പെയിൻഫുള്ളായിട്ട് ഫീൽ ചെയ്യുക. അവർക്കും നമുക്കൊക്കെ അങ്ങനെയുള്ള ആളുകൾ പരമാവധി ഇല്ലാതിരിക്കട്ടെ എന്നുള്ളത് കൂടിയാണ് നമ്മുടെ പ്രാർത്ഥന. ഐഫറിൻ്റെ ഒരു ആഘോഷം തന്നെയാണ്, ഒരു കൈൻഡ് ഓഫ് ഉത്സവം തന്നെയാണ് റിസൾട്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത്. അടിപൊളി റിസൾട്ട്സ് ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനില്ല. എല്ലാവരും ടീമൊക്കെ ഇവിടെ സെറ്റാണ്, ഫുൾ ടീം സെറ്റാണ്, എല്ലാവരും സെറ്റാണ്. നമ്മൾ റിസൾട്ട് ഒന്ന് വന്നാൽ മതി, ഫുൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ. ബാസി, ഇന്ന് റിസൾട്ട് വരുമോ? എന്താണ് തോന്നുന്നത്? നമ്മൾ ഇന്നലെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. നമ്മളോട് NTA പറഞ്ഞത് 17 ജനുവരിയിൽ വരുമെന്നാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജനുവരി 17 എല്ലാം റെഡിയായി, നമ്മൾ ടീം മുഴുവൻ സെറ്റായി. ഇന്നലെ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് 5 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളൊരു റിസൾട്ടിലേക്ക് കിടക്കുന്നത് എന്നൊക്കെ വലിയൊരു സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷേ രാത്രി വൈകി നമ്മൾ കാത്തിരുന്നു, 12 കഴിഞ്ഞു, 1 മണി വരെ കാത്തിരുന്നു. പക്ഷേ നിരാശയായിരുന്നു. എങ്കിൽ പോലും ഇന്ന് NTA ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമ്മളോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 17 വരുമെന്ന് പറഞ്ഞിരുന്നു. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ മുതൽ അതിന് റെഡിയായി കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുടെ മുഖത്തെങ്കിലും ഒരു നിരാശ പടർന്നിട്ടുണ്ട്. കാരണം കുറേ നേരമായി ഒരേ സംഗതിക്ക് വേണ്ടി തന്നെ 24 മണിക്കൂർ പ്ലസ് നമ്മൾ എന്ത് ചെയ്യാണ്, കാത്തിരുന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലിപ്പോൾ സംഭവിച്ചത് ലാസ്റ്റ് UGC NTA ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജാണ്, ഇന്ന് തന്നെ വരും, ടുഡേ ഇറ്റ് സെൽഫ് റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്ന എവിടെയൊക്കെ ഒരു പ്രതീക്ഷയുടെ നാളം വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. എന്നാലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആത്മവിശ്വാസം കൈവിടുന്നില്ല. ടീം റെഡിയാണ്, സജ്ജമാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. എല്ലാവരും റിസൾട്ടിന് വേണ്ടിയിട്ട് റെഡിയായി കാത്തിരിക്കുകയാണ്. അടുത്തൊരു മൈൽ സ്റ്റോൺ. യെസ്, 17 JRF already and 17 net. ഇന്ന് റിസൾട്ട് വന്നല്ലോ, അപ്പൊ എന്താണ് മൊത്തത്തിലുള്ളൊരു പാട്, എന്താണ് അവസ്ഥ? മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ,
കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആസ് എ ഫാക്കൽറ്റി കുട്ടികളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് ചെറിയൊരു പാർട്ടാവാൻ പറ്റുക എന്നുള്ളത് ഒരു ഭയങ്കര ഫുൾഫിൽമെന്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ തവണ നെറ്റ് കിട്ടിയിട്ട് ജാറഫ് കിട്ടാതെ വിഷമിച്ചിരുന്ന പല ആൾക്കാർക്ക് ഇപ്രാവശ്യം ജാറഫ് കിട്ടി. സോ അവരൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഐഫർ ഓൾസോ. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐഫറിന്റെ ഒരു സിസ്റ്റം ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, തീർച്ചയായിട്ടും അവരെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിലേക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്ത് റിസൾട്ടിലേക്ക് എത്താനും പറ്റിയത്. സോ ഐ എം റിയലി ഹാപ്പി ആൻഡ് ഫോർ ദം ഓൾസോ. സിംന, എന്ത് തോന്നുന്നു? റിസൾട്ട് ഒക്കെ അടിപൊളിയായിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് റെസ്പോൺസ് കുട്ടികളുടെ റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസാണ്. നമ്മൾ ഇതുവരെ വന്നപ്പോൾ അനീസ് ഖാൻ്റെ അടുത്തേക്ക് വരുന്നതാണെങ്കിലും ബാക്കി കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്നതാണെങ്കിലും ഐഫർ പോലെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ അവർ വളരെ ഹാപ്പിയാണ്. ഒന്നാമത്തെ കാര്യം, അവർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അവർ പോലും വിചാരിക്കാത്ത റിസൾട്ടുകളാണ് അവർക്ക് കിട്ടുന്ന ഒരു കാര്യം. പിന്നെ നമ്മുടെ ഐഫറിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലത്ത് ഞാൻ വന്നതിന് ശേഷമുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പം തന്നെ നമ്മുടെ കൗണ്ടിങ് നോക്കുകയാണെങ്കിൽ 200 കഴിഞ്ഞു നെറ്റ്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിലേക്കായിരിക്കും നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. അപ്പം അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പം പോരാത്തത് നമ്മുടെ ഐഫറിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് ഈ ഒരു ദിവസം. പറഞ്ഞ ഡേറ്റിൽ എക്സാം റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടെ എല്ലാവരും അതിനെ വെയിറ്റ് ചെയ്ത് അറ്റ് ദ മൊമെൻറ്റിൽ ഇത് വന്ന സമയത്ത് എല്ലാവരും ഹാപ്പിയായി. ഇപ്പം ഇത്രയും റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ എത്രയാണ്, റിസൾട്ട് എത്രയാണ് എന്നുള്ളത് ഓക്കെ നമുക്കൊന്ന് നോക്കാം. കേക്ക് മുറിക്കുന്നത് ഓക്കെ, ഇന്നത്തെ കേക്ക് മുറിക്കുന്നത് ഇന്ന് നമുക്കറിയുന്ന പോലെ ഓക്കെ വി ഹാവ് ജനുവരി 19 അല്ലേ, 19 19 ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ കേക്ക് മുറിക്കുക. സോ അനക ആൻഡ് ഇർഫാൻ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് നല്ല ടെൻഷനിലായിരുന്നു ബേസിക്കലി ഉണ്ടായിരുന്നത്. 2 കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിലൊന്ന് നമ്മുടെ മെന്റേഴ്സിനെ സംബന്ധിച്ചാണ്. കാരണം നമ്മുടെ ഒരു മെന്റേഴ്സ് എന്നുള്ളത് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഈ ഒരു ബാച്ചിന്റെ പിറകിലായിരുന്നു. പ്രത്യേകിച്ചും അവസാനത്തെ 2 മാസം ഊണും ഉറക്കവും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെ. കാരണം നമുക്കറിയാം, രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും വരെ സ്റ്റുഡൻസിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 4, 5, 6 മണിക്കൂർ ഒരു ദിവസം ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു കൂട്ടം മെന്റേഴ്സാണ് നമുക്ക് സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെ വിഷമിപ്പിക്കുന്ന ഒരു റിസൾട്ട് വരുമോ എന്നുള്ള ടെൻഷൻ റിസൾട്ട് ഉണ്ടായിരുന്നു. മറ്റൊരു വശത്ത് സ്റ്റുഡൻസ്, ഇപ്പോൾ ഈ മെന്റേഴ്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാളേറെ എഫേർട്ട് സ്റ്റുഡൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് 2 മണിക്കും രാത്രി 1 മണിക്കും 12 മണിക്കും ഡൗട്ട് ചോദിക്കണമെങ്കിൽ. അപ്പോൾ ആ സ്റ്റുഡൻസിന്റെ എഫേർട്ടിന് അനുസരിച്ചുള്ള റിസൾട്ട് വരുമോ എന്നൊക്കെയുള്ള ഈ 2 വലിയ ടെൻഷനിലായിരുന്നു. എനിക്ക് ചിരിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത്രയും സന്തോഷമുണ്ട്. ഇന്നിപ്പം ഈ ഒരു സമയത്ത് നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം ആ റിസൾട്ട് കണ്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കൂടി കാണാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഐഫറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരമായിട്ട് പറയുക അത് ഐഫറിന്റെ റിസൾട്ട് ഡേ ആണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഐഫറിൽ റിസൾട്ട് ഡേ ഇത്രയും പ്രത്യേകതയുള്ളതാകുന്നത്? അത് ഒരു പറ്റം ആളുകളുടെ, ഒരു ടീമിന്റെ ഒരുപാട് കാലത്തെ എഫേർട്ടിന്റെ റിസൾട്ട് കാണുന്ന ദിവസമാണ്. ആ കുട്ടികൾക്ക് മാത്രമല്ല അന്ന് സന്തോഷം ലഭിക്കുന്നത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കൈകൾ അന്ന് സന്തോഷിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. ആരൊക്കെയാണത്? ആ കുട്ടികൾ ഇവിടെ എത്താൻ കാരണമായ അക്കാഡമിക് കൗൺസിലേഴ്സ്. അവർക്ക് ഒരു ഫോണിലൂടെ ആയിരിക്കും അവരോട് എത്തിയിട്ടുണ്ടാവുക. അവരതിനു മുമ്പ് അവരൊരു പോസ്റ്റർ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടോ ആയിരിക്കും ഐഫറിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. ആ പോസ്റ്റർ നിർമ്മിച്ച ഒരു ഗ്രാഫിക് ഡിസൈനർ, അതല്ലെങ്കിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോഗ്രാഫർ, പിന്നീട് അവർ അഡ്മിഷന് ശേഷം അവർ ആദ്യമായി ബന്ധപ്പെടുന്ന ഹാപ്പിനെസ് ഓഫീസർ, പിന്നെ ഏത് ഘട്ടത്തിലും അവർക്ക് എന്ത് വെല്ലുവിളി വരുമ്പോഴും ഈ ഒരു ഹാപ്പിനെസ് ഓഫീസറുടെ ഹെൽപ്പ് അവർക്കുണ്ടായിരിക്കും. അതിനുശേഷം അവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന മെന്റേഴ്സ് ആയാലും കോർഡിനേറ്റേഴ്സ് ആയാലും അതുപോലെ ഫാക്കൽറ്റീസും ഒരുപാട് കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് അവർ ഈ പണികളെല്ലാം ചെയ്യുന്നത്. ഇതിനെല്ലാം ശേഷം അവർക്ക് ഈ ക്ലാസ്സുകൾ ലഭ്യമാകുന്നത് അവരുടെ ആപ്പിലൂടെയാണ്. ഈ ആപ്പ് നിർമ്മിക്കുന്നതും അതിൽ വേണ്ട എഡിറ്റുകൾ വരുത്തുന്നതും എല്ലാം ടെക്നിക്കൽ ടീമാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ, നമ്മുടെ അക്കാഡമിക് ഹെഡ്, നമ്മുടെ CEO, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നവർ,
അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ പരിശ്രമം, കമ്മ്യൂണിറ്റി ആയാലും മാർക്കറ്റിംഗ് ആയാലും എല്ലാവരും അവർ ചെയ്തതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് അവർക്ക് കാണാൻ പറ്റുക ഈ കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വരുത്തി അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ആ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിൽ നമ്മളോട് അയക്കുന്ന ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമേജ്, ഞാൻ ജയിച്ചിട്ടുണ്ട്, എനിക്ക് അത് നേടാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഐഫറിൽ റിസൾട്ട് ഡേ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാകുന്നത്. ഓരോ റിസൾട്ട് വരുമ്പോഴും കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ് ഐഫർ നേടിക്കൊണ്ടിരിക്കുന്നത്. അത് ചെറിയൊരു വെല്ലുവിളി കൂടിയാണ്. കാരണം ഇത്തവണ നമ്മൾ നേടിയിരിക്കുന്നത് 486 നെറ്റ് വിജയങ്ങളും അതുപോലെ തന്നെ 46 JRF വിജയങ്ങളുമാണ്. ഇനി ഒരടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മൾ 285 നെറ്റിൽ നിന്ന് ഇപ്രാവശ്യം 486 വന്നതുപോലെ ഇനി 700-ലേക്കോ 800-ലേക്കോ നമുക്ക് പോവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിലവിൽ 1524 നെറ്റിലും 210 JRF-ലുമാണ് നമ്മുടെ സന്തോഷങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനി ഇത് 2000-ലും അതുപോലെ JRF നേട്ടം എന്നുള്ളത് 500-ലുമൊക്കെ എത്തുന്ന ഒരു സ്വപ്ന നേട്ടത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം.